നമ്മൾ കോഴിക്കോടേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കോഴിക്കോട് മൂട്ടോളിയിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിൽ ഇറങ്ങിയ തൊഴിലാളി മരിച്ചു. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. രാഹുൽ കെ വി ആ സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി ഇരുവരെയും പുറത്തെടുത്തു, പക്ഷേ ഒരാൾ മരിച്ചു. മറ്റേയാളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? വിവരങ്ങൾ. പൂജ, അതായത് ഇവിടെ ഒരു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു. അതിന്റെ മുറ്റത്ത് തന്നെയായി അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം നടന്നു വന്നതാണ്. അപ്പോൾ അതിന്റെ പണി പുരോഗമിച്ചു വരികയാണ്. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. ഇതുവഴിയാണ് തൊഴിലാളികൾ അകത്തേക്ക് ഇറങ്ങിയത്. അതായത് കഷ്ടി ഒരാൾക്ക് മാത്രം അകത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിലാണ് അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ 2 തൊഴിലാളികൾ അകത്തേക്ക് ഇറങ്ങി. മരിച്ചയാൾ പാലത്ത് സ്വദേശി സിറാജാണ്. രണ്ടാമത്തെ ആളെ ഏതായാലും ഫയർഫോഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുവെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയുകയും ചെയ്യുന്നത്. ഇതുവഴി അകത്തേക്ക് ഇറങ്ങി, അതായത് ഈ വാട്ടർ ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നു. അതിൽ ഈ പലക അടിച്ചിട്ടുണ്ടായിരുന്നു, കോൺക്രീറ്റിന്റെ അടക്കം ഭാഗമായി. അത് പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഇവരിറങ്ങിയത്. അതായത് നിർമ്മാണ തൊഴിലാളികളാണ് എന്നതാണ്. പിന്നീട് ഈ ടാങ്കിനകത്ത് ഇറങ്ങിയതിനു ശേഷം 2 പേരും അവശനിലയിൽ ആയി പോവുകയായിരുന്നു. പിന്നീട് നാട്ടുകാരുമൊക്കെ ചേർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. വെള്ളിമാടുകുന്നിൽ നിന്നാണ് അഗ്നിരക്ഷാസേന സ്ഥലത്തേക്ക് എത്തിയത്. ഉടനടി തന്നെ ഇരുവരെയും പുറത്തേക്ക് എടുത്തിരുന്നു. പക്ഷെ അപ്പോഴേക്കും തന്നെ 2 പേരും അബോധാവസ്ഥയിലായിരുന്നു, അവശനിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുകയും ചെയ്തത്. പിന്നീട് ഫയർഫോഴ്സിന്റെ തന്നെ ആംബുലൻസിൽ ഈ രക്ഷപ്പെടുത്തിയയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ്. നമ്മോടൊപ്പം പഞ്ചായത്ത് അംഗമുണ്ട്. ഒരു ദാരുണമായ അപകടമാണ് സംഭവിച്ചത്. വളരെ ദാരുണമായ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ പലകകൾ പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ തൊഴിലാളി അതിനകത്ത് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ വലിയ ശ്വാസതടസ്സം ഉണ്ടാവുകയാണ് ഉണ്ടായത്. പലക പൊളിച്ചു മാറ്റാത്തൊരു ചെറിയ വാട്ടർ ടാങ്കാണ്. ഇതിന് 8 അടിയോളം താഴ്ചയുണ്ട്, നല്ല താഴ്ചകളാണ്. പിന്നെ സൈഡിൽ വീതി വളരെ കുറവാണ്, രണ്ട് ഫൂട്ട് വീതി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അയാൾ അകപ്പെട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ തൊട്ടടുത്തുള്ള കൊറിയർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സുനിൽ വിശ്വനാഥൻ എന്ന് പറയുന്ന ആൾ വന്നെങ്കിൽ വീണ്ടും അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങുന്നത്. 2 പേരും അതിനകത്ത് പെട്ട് ഈ നേരത്തെ 2 പേരും നിർമ്മാണ തൊഴിലാളികളല്ല. 2 പേരും നിർമ്മാണ തൊഴിലാളികളല്ല. അതിൽ ഒരാൾ സിറാജ് എന്ന് പറയുന്ന നേരത്തെ ആദ്യം ഇറങ്ങിയ ആൾ മാത്രമാണ് ഈ ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത സ്ഥാപനത്തിലുള്ള ആളാണ് സുനിൽ വിശ്വനാഥൻ എന്ന് പറയുന്ന ആള് ശ്വാസതടസ്സം അനുഭവപ്പെട്ട് ഇതിനകത്ത് അകപ്പെട്ട് കണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങുന്നത്. നമ്മൾ അറിയാം, നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന നൗഷാദ്, കോഴിക്കോട് നൗഷാദ് മാൻഹോളിലൊക്കെ ഉണ്ടായിരുന്ന അതേ അപകടത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ദുഃഖകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. പിന്നെ ഫയർഫോഴ്സ് എത്തിയാണ് അവരെ ഒന്ന് പുറത്തെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നേരത്തെ അകപ്പെട്ട ആൾ കുറച്ച് കൂടുതൽ സമയം അതിനകത്ത് പെട്ടുപോയത് കൊണ്ട് അവർ വളരെ പ്രയാസത്തിലായിരുന്നു. തീരെ ബോധമില്ലാത്ത അവസ്ഥയാണ് എടുത്ത് മാറ്റുന്ന സമയത്ത്. മറ്റേ ആൾക്ക് സുനിൽ വിശ്വനാഥന് അത്രത്തോളം ഗുരുതരമായിരുന്നില്ല. ഇവരെ കക്കോടി ഹെൽത്ത് സെൻ്ററിൽ എത്തിച്ചോട് കൂടിയിട്ട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുനിൽ വിശ്വനാഥന് വലിയ കുഴപ്പമില്ല എന്നാണ് ഇക്ര ഹോസ്പിറ്റലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് എത്ര ദിവസമായിട്ട് അടഞ്ഞു കിടക്കുന്നതായിരുന്നു? ഇതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ദിവസമായി ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് അറിയില്ല. രാഹുൽ കെ വി ആണ് സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അവിടെയുള്ള ദൃശ്യങ്ങൾ കാണാം. കഷ്ടിച്ച ഒരാൾക്ക് ഇറങ്ങാൻ മാത്രം പറ്റുന്ന ഒരു പോളാണ്. അപ്പോൾ അതിലാണ് ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്, ഒരു മരണം ഉണ്ടായിരിക്കുന്നത്.